ഭക്തിസാന്ദ്രമായി ആലപ്പാട്ടരയന്മാരുടെ ചരിത്രപ്രസിദ്ധമായ പരിശം വെപ്പ് ചടങ്ങ് ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രിയോടനുബന്ധിച്ച് നടന്ന 1820 പരിശം വെപ്പ് ചടങ്ങാണ് ഭക്തിസാന്ദ്രമായത്. വർഷം തോറും നടക്കുന്ന ഈ ചടങ്ങ് ആലപ്പാട് ജനതയും തിരുച്ചെങ്ങന്നൂർ ക്ഷേത്രവുമായുള്ള അഭേദ്യമായ ബന്ധമാണ് വിളിച്ചോതുന്നത്. ആലപ്പാട് മുതൽ ഓച്ചിറ വരെയുള്ള 31 ക്ഷേത്രങ്ങളിൽ നിന്നും പരിശം സ്വീകരിച്ചാണ് ഘോഷയാത്ര ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. അംഗകരയോഗങ്ങളുടെ സഹകരണത്തോടെ കുഴിത്തുറ ഗ്രാമസേവാ സംഘത്തിന്റെയും പറയകടവ് സുഗുണാനന്ദ വിലാസം കരയോഗത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഈ വർഷത്തെ ചടങ്ങുകൾ. വെള്ളികെട്ടിയ കുതിര വലിക്കുന്ന തങ്കരഥത്തിൽ പാർവതി സമേതനായി ശ്രീ പരമേശ്വരൻ കുഴിത്തുറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തിരുച്ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പരിശം വയ്പ് ചടങ്ങിനായി എഴുന്നള്ളി. ആദ്യം പറയകടവ് ശ്രീ പൊന്നാഭഗവതി ക്ഷേത്രത്തിലേക്ക്, അവിടെ നിന്നും സമീപ ക്ഷേത്രങ്ങളിലെത്തി വൈകുന്നേരം 6 മണിയോടെ ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഘോഷയാത്രയെ ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരിച്ച് ആനയിച്ചു. എല്ലാവരും നല്ല സ്നേഹത്തോടും നല്ല സഹകരണത്തോടു കൂടിയുള്ളതായിരുന്നു. വഴിയോരങ്ങളിലെല്ലാം നല്ല ഭക്തരെല്ലാം വിളക്ക് എത്തിച്ചു. ഞങ്ങൾ ഇടുന്ന പൊലിവ്, അതായത് പരിസരത്തിനോടൊപ്പം അവരുമൊക്കെ ഇട്ട പങ്ക് ഇതിൻ്റെ കൂടെയുണ്ട്. അവരുമൊക്കെ ഞങ്ങളോടൊപ്പം ചേർന്ന് പരിസരം ഇട്ടിട്ടുള്ളവരാണ്. 31 ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിച്ച ഭക്തിസാന്ദ്രമായ സ്വീകരണങ്ങളും പരിശും ഏറ്റുവാങ്ങിയെത്തിയ ആലപ്പാട്ട് കരപ്രമാണിമാർ ക്ഷേത്രത്തിന് വലം വെച്ച് തെക്കേ മണ്ഡപത്തിൽ പരിശവുമായി ദേവീദേവന്മാരുടെ ദർശനപുണ്യത്തിനായി കാത്തിരിപ്പ് തുടങ്ങി. ദീപാരാധനയ്ക്ക് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം കുണ്ടറ MLA PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. പാർവതി ദേവി പരമേശ്വരൻ ദേവൻ കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടുവന്നു. അതിന് സ്ത്രീധനമായി ഇവിടേക്ക് ആലപ്പാട്ടിൽ നിന്ന് അരയന്മാർ എല്ലാ വർഷവും എത്തുന്നതാണ് ഈ ചടങ്ങ്. ഇവിടുത്തെ MLA ആയ സമയം മുതൽ ഈ ദിവസങ്ങളിൽ ഈ ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ എത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. പുലർച്ചെ 1 മണിക്ക് നടന്ന എഴുന്നള്ളിപ്പിന് ശേഷം ക്ഷേത്രത്തിന് 7 തവണ വലം വെച്ച ശിവപാർവതിമാർ ആനപ്പുറത്തെഴുന്നള്ളി തെക്കേ മണ്ഡപത്തിലെത്തി തെക്കോട്ട് തിരിഞ്ഞു നിന്ന് ആലപ്പാട്ട് അരയന്മാർക്ക് ദർശന സൗഭാഗ്യം നൽകി. ദേവീദേവന്മാർ ദർശനം നൽകി നിറപറ സ്വീകരിച്ചതിനു ശേഷം 2 മണിയോടെ തെക്കേ മണ്ഡപത്തിൽ നിലവിളക്കിന് മുൻപിൽ മെത്തപ്പായയിൽ പ്രസിദ്ധമായ ഇലമേൽ പരിശം വയ്പ് നടന്നു. തുടർന്ന് പുലർച്ചെ 4:30 നടന്ന ചടങ്ങിൽ ദേവീദേവന്മാരെ ശ്രീകോവിലിൽ കുടിയിരുത്തിയതിനു ശേഷം ആലപ്പാട്ട് അരയന്മാർക്ക് തൃപ്രസാദങ്ങൾ നൽകി. ഭക്തിപുരസരമായ ബലിതർപ്പണം നടത്തി ആലപ്പാട്ട് ജനത മടങ്ങിയതോടെ 1820 പരിശം വയ്പ് ചടങ്ങിന് സമാപനമായി. അമൃത ന്യൂസ്, ആലപ്പുഴ.